കപ്പൽ എക്സാലോജിക്ക കരാറിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി എക്സാലോജിക് കമ്പനി ഉടമ വീണ ടി. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ പെടുത്തുകയാണെന്ന് പറഞ്ഞ വീണ CBI അന്വേഷണത്തെ ശക്തമായി എതിർത്തു. തന്നെ ബോധപൂർവ്വം മോശക്കാരിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വീണ പറഞ്ഞു. കൊച്ചി പുറംകടലിൽ മുങ്ങിയ MSSC എൽസ 3 കപ്പലിനെതിരെ കേസെടുത്തു. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കപ്പൽ കമ്പനിയാണ് ഒന്നാം പ്രതി. ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയായും കപ്പൽ ജീവനക്കാരെ മൂന്നാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. 600-ലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് കപ്പൽ മുങ്ങിയത്. ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒരുപോലെയല്ലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അഭിപ്രായത്തോട് ചേർന്ന് നിന്ന് CPI RSSന്റെ ഇസ്ലാം പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. PDPയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ സാമ്യമില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയാണ് എന്ന് പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ സമസ്ത കാന്തപുരം വിഭാഗം. ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങൾ ഒഴിവാക്കിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം ഗൗരവതരമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആശയത്തിൽ വ്യത്യാസമില്ല. വിഷയത്തെക്കുറിച്ച് പഠിക്കാതെയാണ് VD സതീശൻ പ്രസ്താവന നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ 6 വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതിയുടെ ജാമ്യം. വിദ്യാർത്ഥികളെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് ഉത്തരവ്. ഇവരെ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും വിട്ടയക്കും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കർശന ഉപാധികളോടെയാണ് ഇവരെ വിട്ടയക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾക്ക് പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെയുള്ള നിയമ നടപടികളും അവസാനിപ്പിക്കാനൊരുങ്ങി പോലീസ്. ജയസൂര്യ, ബാലചന്ദ്ര മേനോൻ എന്നിവർക്കെതിരായ ബലാത്സംഗ കേസുകളാണ് അവസാനിപ്പിക്കാൻ ുന്നത്. ഇരുവർക്കുമെതിരെ തെളിവൊന്നുമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ BCCIക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനും എതിരെ കർണാടക സർക്കാർ. തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ച സംഭവത്തിൽ BCCIക്കും RCBക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചു. കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ BCCI പാലിച്ചില്ലെന്നും കർണാടക സർക്കാർ കുറ്റപ്പെടുത്തി. 200 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ നടി ലീന മരിയ പോളിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. ആരോഗ്യ കാരണം മുൻനിർത്തി നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ദില്ലി ഹൈക്കോടതിയിലെ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസുമാരായ PK മിശ്ര, മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ നടപടി. അനധികൃത കുടിയേറ്റത്തിനെതിരായ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ ലോസ് ഏഞ്ചലസിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇടപെടാതെ ഫെഡറൽ കോടതി. നാഷണൽ ഗാർഡുകളെയും മറൈനുകളെയും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസോം നൽകിയ അപേക്ഷ ഫെഡറൽ കോടതി തള്ളി. ഗവർണറുടെ അപേക്ഷയിൽ വ്യാഴാഴ്ച വാദം കേൾക്കും.